ഹലോ, നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ചാർജുള്ള വസ്തുവിൻ്റെ അടുത്ത് ചാർജൊന്നും ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ വെച്ചാൽ, ഒരു മെറ്റൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ആ മെറ്റലിലുള്ള നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും രണ്ട് സൈഡിലോട്ടായിട്ട് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ ചാർജ് കൂടുതൽ ടൈമിൽ നിലനിർത്താൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഉണ്ടായ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അലൂമിനിയം ഫോയിൽ ഇവിടെ വെച്ചു. അപ്പോൾ വെക്കുന്ന ഭാഗമായിട്ട് നമുക്ക് അലൂമിനിയം ഫോയിലുള്ള നെഗറ്റീവ് ചാർജ് ഈ ഒരു പോസിറ്റീവ് ചാർജിനോട് അട്രാക്റ്റഡ് ആയിട്ട് ഈ ഒരു സൈഡിലും, അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഈ ഒരു സൈഡിലും നിൽക്കും. അത് കാരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിലുള്ള ഈ ഒരു പോസിറ്റീവ് ചാർജ് നമുക്ക് കൂടുതൽ ടൈമിലേക്ക് നിർത്താൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രോസസ്സാണ്, ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ കപ്പാസിറ്ററിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ സ്ട്രക്ചർ. രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ടാവും. എന്താണ്, നമുക്കിപ്പോൾ എ എന്ന് പറയുന്ന ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, ആൻഡ് ന്യൂട്രൽ ആയിട്ടുള്ള വേറൊരു പ്ലേറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഭാഗമായിട്ട് ഈ ന്യൂട്രലായി നിൽക്കുന്ന ഈ ഒരു ബി എന്ന പ്ലേറ്റിലെ നെഗറ്റീവ് ചാർജ് ഈ ഒരു ഭാഗത്തേക്കും പോസിറ്റീവ് ചാർജ് ഈ ഒരു ഭാഗത്തേക്കുമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ വരും. ഇനി നമ്മൾ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ എർത്തൻ ചെയ്ത് ഒഴിവാക്കും. എർത്ത് ചെയ്യുമ്പം ഈ പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് റിമൂവ് ആയി പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെ അട്രാക്റ്റഡ് ആയി നിൽക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ കൂടുതൽ ടൈമിൽ ആ ചാർജ് സ്റ്റോർ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ വൈദ്യുതി ചാർജിനെ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഈ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ ചാർജിനെ കൂടുതൽ ടൈം നിലനിർത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെ നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയും. ഇനി ഈ കപ്പാസിറ്ററിൻ്റെ ഒരു ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്, ഈ ചാർജിനെ നിലനിർത്താനുള്ള ശേഷി, എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കറണ്ടിനെ കടത്തിവിടാത്ത, ചാർജസിനെ കടത്തിവിടാത്ത വസ്തുക്കളായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ഡൈഇലക്ട്രിക്സ്. അപ്പോൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഈ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എബിലിറ്റിനെ, ശേഷിനെ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൈഇലക്ട്രിക്സ്. നമ്മൾ ഡൈഇലക്ട്രിക്സ് ആയിട്ട് ഇൻസുലേറ്റേഴ്സിനായാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ യൂസ് ചെയ്യാം, അതുപോലെ എന്ത് യൂസ് ചെയ്യാം? എയർ യൂസ് ചെയ്യാം, പിന്നെ പോളിസ്റ്ററൊക്കെ യൂസ് ചെയ്യാം. ചാർജിനെ കടത്തിവിടാത്ത വസ്തുക്കളായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിച്ച് വെക്കാൻ കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ ശേഷി അല്ലെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഫാരഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു? വൈദ്യുതി ചാർജിനെ സംഭരിച്ച് വെക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എബിലിറ്റി ഓഫ് സ്റ്റോറിങ് ഇലക്ട്രിസിറ്റി ഇൻ എ കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഓഫ് ഫിക്സഡ് ഏരിയ. സ്യൂട്ടബിൾ ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. സച്ച് ഇൻസുലേറ്റേഴ്സ് ആണ് എന്ത്? ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഫാരഡാണെന്നും പറഞ്ഞു. ഇനി 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁶ മൈക്രോ ഫാരഡും അതുപോലെ 10⁻12 പൈക്കോ ഫാരഡും ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നോക്കാം. വൈദ്യുതി ചാർജിൻ്റെ വിതരണം. ഇനി ഒരു ചാർജ് എന്താണ്? ഒരു കണ്ടക്ടറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചാർജ് നിൽക്കുന്നത് അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും, അഥവാ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊരു സർക്കിളാണ്. ഇങ്ങനെയുള്ളൊരു കണ്ടക്ടറിന് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സർഫസിലായിരിക്കും ചാർജ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാവില്ല. അഥവാ അപ്പോൾ നമ്മളൊരു സ്കെയിലിന് ചാർജ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ സർഫസിലായിരിക്കും ആ ചാർജ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാവില്ല. ഓക്കെ ആണോ? ഇനി ഈ ചാർജ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ല നിൽക്കുക. ഇങ്ങനെ കൂർത്ത അറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ കൂർത്ത അറ്റത്ത് ചാർജിൻ്റെ അളവ് കൂടുതലായിട്ട് കാണും. ഇതിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പാണ്, അപ്പോൾ ചാർജ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ഷേപ്പിന് ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലേ, അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്താണ്? ചാർജ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ റെക്റ്റാങ്കിൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കൂർത്ത ഭാഗങ്ങളിൽ ചാർജ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമുക്ക് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നലും എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയോ എങ്ങനെയാണ് മിന്നൽ ഉണ്ടാവുന്നത് എന്ന്? നമ്മുടെ മേഘങ്ങളിലുണ്ടല്ലോ, മേഘങ്ങളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ വാട്ടർ ഡ്രോപ്സും ഐസ് ഡ്രോപ്സും ഒക്കെ ഉണ്ടാവും. ജലകണികകളും ഐസ് കണികകളും ഒക്കെ ഉണ്ടാവും.
എന്താണ് വിൻഡൊക്കെ ഉണ്ടാകുമ്പോൾ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിലുള്ള എന്താണ് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചലിക്കുമ്പം അതിലുള്ള ചാർജസ് ഒക്കെ പോസിറ്റീവ് ചാർജ് മുകളിലും നെഗറ്റീവ് ചാർജൊക്കെ താഴെ ഭാഗത്തുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഒരു മേഘത്തിന് ചാർജ് ഉണ്ടായാലേ എന്ത് വസ്തുവിനാണെങ്കിലും ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയാണ് നോക്കുക. അത് ചാർജ് എല്ലാം ഒഴിവാക്കി ന്യൂട്രൽ ആവാൻ വേണ്ടിയാണ് നോക്കുക. ചാർജുള്ളൊരു വസ്തു അത്ര സ്റ്റേബിൾ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആദ്യം ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്ത് അതിന് ഡിസ്ചാർജ് ആവാൻ കഴിയുമോ എന്ന് നോക്കും. അപ്പോൾ മിന്നലുണ്ടാവും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കുമ്പോൾ മിന്നലുണ്ടാവും. പക്ഷെ അത് നമ്മുടെ എർത്തിലേക്ക് എത്തുന്നില്ല. അതെന്താണ്? ഈ മേഘങ്ങൾക്കുള്ളിലാണ് ആ മിന്നൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറൊരു മേഘം ഉണ്ടെങ്കിൽ ആ മേഘത്തിലോട്ട് ഇതിൻ്റെ ചാർജ് കടത്തി വിട്ട് ഡിസ്ചാർജ് ആവാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ മേഘവും തമ്മിൽ മിന്നൽ ഉണ്ടാവുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മിന്നൽ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് അടിയിലുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കും. അപ്പോൾ ഈ ഒരു മേഘം എന്താണ്? സ്റ്റേബിൾ അല്ല, ഇത് ചാർജ്ഡ് ആണ്. അപ്പോൾ ഇത് ഡിസ്ചാർജ് ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും, എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ മേഘങ്ങളുടെ അടിഭാഗത്ത് ഇങ്ങനെ നെഗറ്റീവ് ചാർജ് കൂടിച്ചേരുമ്പം നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ് ചാർജ് നമ്മുടെ ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ആവാൻ വേണ്ടി നോക്കും. ഈ മേഘങ്ങളിലുള്ള ഭയങ്കര വലിയ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് എന്താണ്? നമ്മുടെ ഭൂമിയിലുള്ള പോസിറ്റീവ് ചാർജിലേക്ക് വായുവിലൂടെ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മിന്നലുണ്ടാവുന്നത്. അങ്ങനെ ഈ നെഗറ്റീവ് ചാർജ് ഫാസ്റ്റായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് ഈ പോസിറ്റീവ് ചാർജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സ്പാർക്കാണ് നമ്മൾ മിന്നലായിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ്? ഈ ഒരു എക്സസ് എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് ഭൂമിയിലേക്കുള്ള പോസിറ്റീവ് ചാർജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സ്പാർക്കാണ് എന്ത്? മിന്നലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് മിന്നൽ ഭൂമിയിൽ എത്തുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിന്നലിൻ്റെ കൂടെ തണ്ടർ ഇടിമുഴക്കവും കേൾക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? ഭൂമിയിലോട്ട് വരുന്നത് കുറേ നെഗറ്റീവ് ചാർജസ് ഉണ്ട്. എന്താണ്? ഹൺഡ്രഡ്സ് ഓഫ് കൂളോം എന്നാണ് പറയുന്നത്. കുറേ അധികം നെഗറ്റീവ് ചാർജ് വരുമ്പോൾ എന്താണ്? എയർ ചൂടാവും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ചൂടായ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് എന്ത്? നമ്മൾ ഇടിമുഴക്കമായിട്ട് കേൾക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുതി ഡിസ്ചാർജാണ് മിന്നൽ എന്ന് പറയുന്നത്. ഇനി ഇടി എന്താണ്? മിന്നൽ വായുവിലൂടെ കടന്നു പോകുമ്പോൾ അത് വായുവിനെ വേഗത്തിൽ ചൂടാക്കുന്നു. ഇത് വായു അതിവേഗം വികസിക്കുകയും ഇടിമുഴക്കമായി നാം കേൾക്കുന്ന ശബ്ദതരംഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എയർ എക്സ്പാൻഡ് ചെയ്യുന്ന സൗണ്ടാണ് എന്ത്? തണ്ടറായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ്നിങ് കണ്ടക്ടർ അഥവാ മിന്നൽ രക്ഷാചാലകം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മേഘത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജ് വരും എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഭൂമിയിൽ ഉയർന്ന നല്ല ഹൈറ്റുള്ള മരങ്ങളോ അല്ലെങ്കിൽ ബിൽഡിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ഈ നെഗറ്റീവ് ചാർജ് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജിലേക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും? ഈ മരങ്ങളും ബിൽഡിങ്ങും ഒക്കെ നശിച്ചു പോവില്ലേ? അങ്ങനെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി, മിന്നലൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ്? അവിടെ നിർമ്മിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതൊരു ഗുഡ് കണ്ടക്ടർ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. കോപ്പറൊക്കെ പോലെയുള്ള നല്ലൊരു കണ്ടക്ടർ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൻ്റെ ഈ ഒരു ഭാഗം കൂർത്ത ഭാഗമായിരിക്കും അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? നമ്മൾ പറഞ്ഞു ഈ മേഘം നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുമ്പോൾ ഈ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ ഈ കൂർത്ത ഭാഗത്തുണ്ടല്ലോ ഹൈ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വഴി ഇവിടെ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുന്നത്. നെഗറ്റീവ് ചാർജൊക്കെ എന്തായിരിക്കും? ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുന്നത്. മറ്റൊരു ഭാഗത്തും പോസിറ്റീവ് ചാർജൊക്കെ ഈ കൂർത്ത ഭാഗങ്ങളിലും ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജൊക്കെ ഇങ്ങോട്ടേക്ക് എർത്തനായി പോവുകയും ചെയ്യും. അങ്ങനെ ഇവിടെ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നു. അങ്ങനെ ഇതിൻ്റെ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ മുകൾ ഭാഗത്തിലുള്ള ഈ പോസിറ്റീവ് ചാർജ് ഈ മേഘത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജിനെ എന്താക്കുന്നു? നിർവീര്യമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ ബിൽഡിങ്ങിനെ നമുക്ക് ഈ ഒരു ലൈറ്റ്നിങ്ങിൽ നിന്നും മിന്നലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഈ കൂർത്ത ഭാഗങ്ങൾ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂർത്ത ഭാഗത്ത് ഇലക്ട്രോൺസ് അഥവാ ചാർജിന് കൂടുതൽ ചാർജ് കൂർത്ത ഭാഗങ്ങളിൽ നിൽക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ കൂർത്ത ഭാഗങ്ങൾ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ കൂർത്ത ഭാഗങ്ങൾ മുകളിലായിട്ട് നിൽക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങനെ നമുക്ക് മിന്നൽ ഏൽക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം. നമ്മൾ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും വൈദ്യുതി ഉപകരണങ്ങളൊന്നും കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ
ഡു നോട്ട് ലീൻ ഓൺ ദി വാൾ ഓഫ് ദി ഹൗസ്, വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. പിന്നെ വിൻഡോസ്, ഗ്രിൽസ് ഒന്നും മെറ്റലിൻ്റെ വസ്തുക്കളിലും കണ്ടക്ടേഴ്സിലൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ഉയരമുള്ള മരത്തിൻ്റെ അടിയിലൊന്നും നിൽക്കാതിരിക്കുക. കാരണം എന്താണ്, ഉയരമുള്ള മരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിനേക്കാളും ഉയർന്ന മരമാകുമ്പോൾ മേഘങ്ങളുടെ കുറച്ചും കൂടെ അടുത്താണല്ലേ, അപ്പോൾ ചാർജസ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവാൻ വേണ്ടി നോക്കും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിലും അഭയം തേടരുത്. ഇനിയിപ്പോൾ മിന്നൽ ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ആ ബോഡി നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ്? ബ്ലഡ് സർക്കുലേഷന് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കണം. മാത്രമല്ല എന്താണ്, ഹൃദയമിടിപ്പ് നിലച്ചു പോകാതിരിക്കാൻ നമ്മൾ ശക്തമായി നെഞ്ചിലിങ്ങനെ അമർത്തണം. മാത്രമല്ല ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.